പ്രൈസ് ദി ലോർഡ്. Hallelujah. സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May our Lord's name be glorified. ഈ ആഴ്ചയുടെയും ആരംഭ ദിനത്തിൽ നമുക്കൊന്നിച്ച് കർത്താവിൽ സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീതമായ കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank and praise God because God has given one more time to come together and praise and worship Him in the first day of the week. സൗഖ്യത്തോടും ആരോഗ്യത്തോടും സമാധാനത്തോടും കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്ന എല്ലാ ഇടങ്ങളിലും സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ചു. God kept all of us safe and healthy wherever we went and wherever we were. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. For God is good all the time and His kindness is for everlasting and everlasting. നമ്മുടെ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സാം കെ തോമസ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ആരംഭം മുതലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടിയവരുകളിലൊക്കെയും പ്രിയപ്പെട്ടവരെ കുടുംബമായി ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. Our dear Pastor Sam K. Thomas, we continued praying since the beginning of the travel till the end of the time. നാം അറിഞ്ഞിരുന്നത് പോലെ ഇന്ന് രാവിലെ സമയത്ത് സിയാറ്റിൽ വീണ്ടും ലാൻഡ് ചെയ്യുവാനും വളരെ തിടുക്കത്തോടും ബദ്ധപ്പാടോടും കൂടി നമ്മോടൊപ്പം ഇന്ന് ആരാധനയിൽ സംബന്ധിപ്പാനും താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God because God kept them to landed here safely, and also it is a very fortunate he came even though it's so fast. He came and worshiping with us together. ദൈവസന്നിധിയിൽ തൻ്റെ സമർപ്പണവും നമ്മെ കാണുവാനുള്ള ഏറിയ താല്പര്യവും നിമിത്തമാണ് ഏറെ ബന്ധപ്പെട്ട് ദിവസങ്ങളോളം യാത്ര ചെയ്തിവിടെ എത്തിയെങ്കിലും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കാൻ പ്രിയപ്പെട്ടവൻ കാണിച്ച സ്നേഹത്തിനും സന്തോഷത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the love and the eagerness He showed towards each one of us because He was away for a few weeks and He wanted to see all of us and also wanted to take part with all of us in the worship service. സന്നിധരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യൂട്യൂബിലൂടെ നമ്മെ വീക്ഷിക്കുകയും ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. We greet you all those who are attending through Zoom as well or YouTube video. വളരെ പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചില മിനിറ്റുകൾ തിരുവെഴുത്ത് ധ്യാനിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us turn our attention back to the scripture. ഫിലിപ്പി ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 verse 11. Amen. Hallelujah. ഫിലിപ്പിയർ 1:11. മതി. പ്രൈസ് ദി ലോർഡ്. വേദവാക്യം വായിക്കുന്നവർക്ക് ഒരു മൈക്രോഫോൺ കൊടുക്കണം, അല്ലെങ്കിൽ അത് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Having been filled with the fruit of righteousness which comes through Jesus Christ to the glory and praise of God. Praise the Lord. Hallelujah. കഴിഞ്ഞ 2 ആഴ്ച പഴയ നിയമ വേദഭാഗത്തിൽ നിന്നും ചില വേദവാക്യങ്ങൾ വായിച്ച് ദൈവവചനം സംസാരിക്കുവാനിടയായി. For the past 2 weeks I was taking some portions from the Old Testament and I shared with you all. ഈ ആഴ്ചയിൽ ഈ വേദവാക്യത്തിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നു. This week God enabled me to meditate from the New Testament portion. ഫിലിപ്പി ലേഖനത്തെ കുറിച്ച് ചില മാസങ്ങൾക്ക് മുൻപ് നാം താവിൻ്റെ ദാസനിലൂടെ കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായി തീർന്ന വേദഭാഗങ്ങളാണ്. These verses which we already learned and meditated from this book of Philippians early in the past few weeks from our pastor. മറ്റു പല സഭകളെ അപേക്ഷിച്ച് മാതൃകാപരമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു സഭയായിരുന്നു ഈ ഫിലിപ്പി സഭ. This church was a model church so that they can be modeled in several aspects.
ആത്മീയ വിഷയങ്ങളിലും ഭൗതിക വിഷയങ്ങളിലും ദൈവത്തോട് വിശ്വസ്തത കാണിച്ചവരായിരുന്നു ഫിലിപ്പി വിശ്വാസികൾ. The church in Philippi, they showed faithfulness in not only in spiritual matters but also in physical matters. 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പൗലോസ് അവരെ എടുത്ത് പ്രശംസിക്കുന്നതായ ഒരു വേദഭാഗമുണ്ട്. In chapter 4, there Paul is actually talking about their excellence. 4-ാം വാക്യത്തിൽ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. In chapter 4 verse 15 we can see the excellence of this Philippi church, that in the first preaching of the gospel after Paul left Macedonia, no church shared with him in the matter of giving and receiving but this church people alone. തെസ്സലോനിക്കയിലും ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചതെന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Paul was also mentioning that when he was in Thessalonica, this Philippi church sent him a gift more than once for his needs. അങ്ങനെ ആത്മീയമായും ഭൗതികമായും ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തിയ മാതൃകയുള്ള ഒരു കൂട്ടം വിശ്വാസികൾ. An ideal group of people who showed role model not only in physical but in the spiritual matters as well. ഫിലിപ്പിയ പട്ടണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫിലിപ്പിയ പട്ടണം മക്കെദോനിയയുടെ ഒരു പ്രധാന പട്ടണവും അതോടൊപ്പം തന്നെ റോമാക്കാർ കുടിയേറി പാർത്തതുമായ ഒരു പട്ടണമെന്ന് നമ്മൾ വായിക്കുന്നു. Philippi was a place which is in Macedonia and Romans actually came to live in this area. അവിടെയും ദൈവത്തിന് അനുഗ്രഹീതമായ ഒരു സഭയെ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയിലുണ്ടായിരുന്നു. God has a plan to raise a church, a fruitful church in that area too. ഫിലിപ്പി പട്ടണത്തിൽ പൗലോസും ശീലാസും തന്റെ 2-ാം മിഷണറി യാത്രയുടെ ആരംഭ സമയത്താണ് ചെല്ലുന്നത്. Paul and Silas went to this Philippi during their second missionary journey. അവിടെ ആദ്യം നടത്തിയ ശുശ്രൂഷ ഭൂതം ബാധിച്ചതായ ഒരു വെളിച്ചപ്പാടത്ത സ്ത്രീയുടെ ദുർഭൂതത്തെ അപ്പോസ്തലനായ പൗലോസ് ശാസിച്ചകറ്റുകയാണ്. First miracle or first sign this apostle Paul did in the land of Philippi was he was casting out demon from a servant girl. പിന്നീട് സമീപത്തുള്ള പുഴവക്കത്തിൽ ഒരു ബിസിനസ് വ്യാപാര കേന്ദ്രമായിരുന്നതിനാൽ അവിടെ പോയി പരസ്യം നടത്തുവാനിടയായി തീർന്നു. Then to another area, to the near to the shore of a river, there was a business place and he was actually sharing his gospel. അതിന്റെ ഫലമായിട്ട് ഫിലിപ്പിയിലെ ആദ്യ ഫലം എന്ന വണ്ണം ഒരു വലിയ ബിസിനസ്സുകാരിയായ ലുദിയ രക്താംബരം വിൽക്കുന്ന ഒരു വലിയ സമ്പന്നയായ ഒരു സ്ത്രീ ആയിരുന്നു. ദൈവവചനം കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ദൈവം അവരുടെ ഹൃദയത്തെ തുറന്നു. First time from that area, Philippi, a businesswoman, Lydia, she opened her heart to the Lord. She was a businesswoman, she opened and she came to know Jesus Christ. ദൈവവചന പ്രകാരം തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവളും കുടുംബവും സ്നാനമേറ്റ് ഈ അപ്പോസ്തലന്മാരെ തൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുവാൻ അവൾക്ക് മനസ്സ് വന്നു. She and her household have been baptized and they actually invited and made these apostles to stay at her house. അങ്ങനെ ഫിലിപ്പി പട്ടണത്തിലെ വേല വിപുലമായി തീരുവാനിടയായി തീർന്നു. In that way the church in Philippi started to grow. ഞാൻ ഫിലിപ്പി പട്ടണത്തെക്കുറിച്ചും അതിൻ്റെ ആ സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കാതെ വായിച്ച വാക്യത്തോട് വിശ്വസ്തത പുലർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. I am going to concentrate on the verse which we just read. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി വിശ്വാസികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതായ ചില വിഷയങ്ങൾ ഈ 1-ാം അധ്യായത്തിൽ കാണുന്നു. We can see here Paul's continuous prayer for this church in Philippians. അതിന്റെ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ we can see he was praying and this is his prayer. 9-ാം വാക്യം മുതൽ വായിച്ചു, 9-10 വായിച്ചു. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന എഫെസ്യ വിശ്വാസികൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നതായി കാണുന്നു.
ഇവിടെ ഫിലിപ്പി വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. Paul actually delivered prayer, and we are seeing in all different areas wherever he delivered his prayer. Paul prayed for Ephesians, Colossians, and also this Philippians. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. I am praying for the Philippian church that their love should abound still more and more in real knowledge and all discernment. നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും, Out of the abundance of love, you will be able to approve the things that are excellent. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ സവിശേഷതയാണ് തികഞ്ഞ സ്നേഹത്തിന്റെ വർധനവ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. And you need to have a sincere and blameless love, and you need to have an abundance of love in you in order to have some discernment. നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെ വർധനവിൽ വേണം നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ. Out of the abundance of love, you need to discern what is good and what is excellent. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമായി തീരും. So that we will be, or they will be, sincere and blameless until the day of Christ. ക്രിസ്തുവിന്റെ നാളിലേക്ക് നാം അതെ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമായി തീരണമെങ്കിൽ സ്നേഹത്തിൽ വർധനവ് പ്രാപിച്ച് വിവേചിക്കണം. If we want to be sincere and blameless until the day of Jesus Christ, we need to have an abundance of, or we need to grow in love. എന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കുമായിട്ട് നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായിരിക്കണം. And then, having been filled with the fruit of righteousness which comes through Jesus Christ to the glory and praise of God. യഹോവയായ ദൈവം സ്വർഗ്ഗത്തിൽ നിങ്ങളെ നോക്കുമ്പോൾ, When God the Father who looked down on you from heaven, നിങ്ങളിലൊക്കെയും നീതിഫലം നിറഞ്ഞവരായിരിക്കുന്നത് കാണുമ്പോൾ യഹോവയായ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഉണ്ടാകുന്നു. when he see the people are being filled with the fruit of righteousness which is always coming through Jesus Christ, then all the glory and praise be to God. ഈ നീതിഫലം എന്ന പദം തിരുവെഴുത്തിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. We can see the fruit of righteousness in several areas of scripture. ഒന്ന് വായിക്കണേ, യാക്കോബിന്റെ ലേഖനം അതിന് 3-ാം അധ്യായം 18-ാം വാക്യം വായിച്ചേ. James chapter 3 verse 18. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ചു നീതി എന്ന ഫലം കൊയ്യും. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ, ഹല്ലേലൂയ, We can see here a group of people who makes peace. അവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. And they seed whose fruit is righteousness, who sow in peace. നീതി എന്ന ഫലം കൊയ്യുന്നവരെ കണ്ട് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. Those who reap the harvest of righteousness, you should not be jealous of them. അവർ നീതി എന്ന ഫലം കൊയ്യാൻ കാരണം അവരൊരിക്കൽ സമാധാനത്തിൽ വിതച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ നീതി എന്ന ഫലം കൊയ്യുക. They are reaping the harvest or the fruit of righteousness because once they sow the seed of peace. ഈ ഫലം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. The seed is always an important matter to think of. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും നീതിഫലം, ആത്മീയ ഫലം ഉള്ളവരായിരിക്കണമെന്ന് കർശനമായി തിരുവെഴുത്തിൽ കർത്താവ് അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്നത്? Why Jesus and also the disciples always, all the apostles also encourage us to have the fruit. Why is the need? കർത്താവ് ഡയറക്റ്റ് ആയിട്ട് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനം കൂടി ഇത്തരണത്തിൽ വായിക്കട്ടെ. Lord Jesus very directly told the disciples, നിങ്ങൾ എന്തുകൊണ്ട് ഫലം കായ്ക്കേണ്ടിയവരാണ്? why do you need to bear a fruit? യോഹന്നാൻ സുവിശേഷം 15:16 വായിക്കണം. Let us turn our attention to the book of John chapter 15 verse 4. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 15:16 4. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു,
നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും. എന്നിട്ട് എന്നാ ചെയ്യണം? നിങ്ങളുടെ ഫലം നിലനിർത്തണം. എന്നോ ഒരിക്കൽ ഫലം കായ്ച്ചു 2 ദിവസം കഴിയുമ്പോൾ വാടിപ്പൊഴിയാനല്ല, നിങ്ങളുടെ ഫലം നിലനിർത്തേണ്ടതിനും. തീർന്നില്ല. സ്തോത്രം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ, പ്രൈസ് ദി ലോർഡ്, അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. You didn't choose me. Here, Lord Jesus is telling disciples, I chose you in order to bear fruit because you need to stay with me. And if you abide in me and my words abide in you, ask whatever you wish and it will be done to you. നമ്മൾ എത്ര നേരം നീളം കൂടിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും യഹോവയായ ദൈവം നമുക്കതിന് മറുപടി തരണോ വേണ്ടയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. However, the length of our prayer and length of our meditation can be, God is always looking into us whether He needs to give us an answer or not. നമ്മിൽ ഫലം നിലനിർത്തിക്കൊണ്ടാണോ നാം പ്രാർത്ഥിക്കുന്നത് എന്നാണ് ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. God is always looking after the fruit which we bear. ഫലം നിലനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന ദൈവം അവഗണിക്കുകയില്ല. If we are bearing a continuous fruit or the fruit, and then God will God will always answer our prayers. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾ ഫലം നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ലഭിക്കും. If you bear much fruit and keep on bearing fruits, then whatever you ask in my name, I will give you an answer. എൻ്റെ കർത്താവ് ഊഹാപോഹങ്ങൾ സംസാരിക്കുന്നവനല്ല. Our Lord won't say silly jokes. എൻ്റെ കർത്താവ് പറയുന്നത് ഡയറക്റ്റ് ആണ്. And He is always giving us direct answers. എൻ്റെ നാമത്തിൽ അങ്ങനെ നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. If you ask me according to based off of my will, you are going to be given. Praise the Lord. അപ്പോൾ Hallelujah. ഫലം കായ്ക്കേണ്ടതിൻ്റെ ആവശ്യകത, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ എന്നിൽ ഫലം ഉണ്ടായിരിക്കണം. If we need to get all the answers to our prayer, we need to bear fruit. എന്നെ വളരെ ചിന്തിപ്പിക്കുകയും ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗം സുവിശേഷത്തിലുണ്ട്. I always think and I'm always thinking and always meditating in one of the verses. അത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് വായിക്കണം. നമുക്കറിയാവുന്ന വേദഭാഗമാണെങ്കിലും ഒന്ന് വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാനൊക്കുള്ളൂ. Mark chapter 11 verses 12 through 14. പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. കേട്ടോ? സ്തോത്രം. കർത്താവിൻ്റെ ഐഹിക കാലത്ത് കർത്താവ് ഒരുപാട് പേരെ ഒന്നും ശപിച്ചിട്ടില്ല. കാരണം ശപിക്കാനല്ല അവൻ ഈ സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് വന്നു. During his stay on our Lord Jesus' stay on this earth, he didn't curse many people because he came not to curse. എന്നാൽ കർത്താവിൻ്റെ ഒരു ശാപമേറ്റ ഒരു ഒരു വൃക്ഷത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. Here we can see a tree which was cursed by our Lord and Savior. നമുക്കറിയാം, പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ടു പോരുമ്പോൾ കർത്താവ് ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. ബെഥാന്യ വിട്ടു പോരുമ്പോൾ കർത്താവിന് നന്നായിട്ട് വിശന്നു. നോക്കുമ്പോൾ ഒരു അത്തിവൃക്ഷം കണ്ടു. ആ അത്തിയുടെ പ്രത്യേകത എന്നറിയാമോ? ഇലകളെല്ലാം ഇങ്ങനെ തഴച്ച് നിൽക്കുന്നു. ഈ ഇലകൾ തഴച്ച് നിന്നാൽ നിശ്ചയം ഡെഫിനിറ്റ് അതിന് അത്തിഫലം ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാവും. On the next day, when they had left Bethany, our Lord Jesus became hungry. And when seeing at a distance a fig tree in leaf, if a fig tree is full of leaf, always they expect some fruit from it. എന്നിൽ ഫലം ഉണ്ടെന്ന് ഈ അത്തി കർത്താവിനോട് ഇങ്ങനെ ഈ ഇല കാണിച്ച് കർത്താവിനെ ആശിപ്പിക്കുക. This fig tree is actually showing Lord Jesus that I have fruit by showing off that leaves.
കർത്താവ് അടുത്ത് നോക്കുമ്പോഴാ ഇലയല്ലാതെ അതിലൊരു ഫലവും ഇല്ലാതായി കാണുന്നത്. He went to see whether there is any fruit, and then he found nothing but leaves. എൻ്റെ ദൈവമേ, സമുദ്രത്തിൻ്റെ ഉള്ളിൽ കൂടി ആഴങ്ങളിലൂടി പോകുന്ന മത്സ്യത്തിൻ്റെ ഉദരത്തിലെ ചതുർനിർമ്മപ്പണം കാണാൻ കഴിവുള്ളവനായ കർത്താവ്. Our Lord Jesus, in an omniscient God, he can see the 4 drachma coin in the stomach of a fish. ദൂരവേ അവർ കാണുന്നതിന് മുമ്പ് അവരെ കണ്ടുകൊണ്ട് കർത്താവ് വിവേചിക്കുന്നവനായിരുന്നു. Usually God can see before they see Jesus, and he was able to discern each person accordingly. എന്നിട്ടും ഈ അത്തി കർത്താവിനെ ആശിപ്പിച്ചു കളഞ്ഞല്ലോ. But still here we can see a fig tree. Lord Jesus was going nearby to search for a fruit. ഫലം ഉണ്ടെന്നുള്ള വലിയ പ്രകടനം ഈ അത്തി കാണിക്കുക. This fig tree was showing a big performance that there is a fruit in me. പ്രകടനം കാണിച്ചിട്ട് ഫലമില്ലാതിരിക്കെ ആ അത്തി ശപിക്കപ്പെടുവാനിടയായി തീർന്നു. Though there is nothing inside, but there is an external appearance or external performance. That's the reason that fig tree got cursed. നാം ഓരോരുത്തരും ശപിക്കപ്പെടാൻ ഇതിനേക്കാൾ വലിയ പാപമൊന്നും ചെയ്യണ്ട. We all getting cursed. No, we do not need to do any other thing than this type of hypocrisy. കർത്താവിനെ ആശിപ്പിക്കത്തക്ക രീതി സ്വോത്രം പറയുകയും കൈ അടിക്കുകയും വാദ്യഘോഷങ്ങൾ മുഴക്കുകയും വേണ്ട സ്തോത്രം ഒത്തിരി കൊട്ടിക്കൊരവയിടുന്ന അനുഭവം. We are going to show other people or to please God by showing some external appearances or physical actions, or though we are tending to cheat God. കർത്താവിനെ പോലും തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ സ്തോത്രം പ്രകടനങ്ങൾ പലപ്പോഴും പലരും പല സംഘടനകളും സമൂഹങ്ങളും കാഴ്ചവെക്കുക. Usually many people and many services and many conferences, which are all just an external appearances or just to show off certain things that they have something. കർത്താവ് ദൂരമേ വ്യക്തികളെ പോലും വിവേചിക്കാൻ കഴിവുള്ളവനാ. But he is an omniscient God. ഒരിക്കൽ ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു, ഞങ്ങൾ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 45-ാം വാക്യമാണ്. John chapter 1 verse 45, we can see Jesus saw Nathanael coming to him and said to him, behold, an Israelite indeed, in whom there is no deceit. അപ്പോൾ നഥനയേൽ അവനോട് പറഞ്ഞു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമെന്ന്. At that time Nathanael was asking, is there any truth come out of Israel? നഥാനിയേലിനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നഥാനിയേൽ അവനോട് സഹോദരൻ എന്നെ എവിടെ വെച്ച് നീ അറിയും എന്ന് ചോദിച്ചു. Nathanael was asking, how do you know me? അപ്പോൾ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ ഒരു അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് കർത്താവ് നഥനയേലിനോട് പറഞ്ഞു. Then Jesus was answering Nathanael that before Philip called you, when you were under the fig tree, I saw you. നഥനയേൽ കർത്താവിന്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ കർത്താവ് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് പറയുവാനിടയായി തീർന്നു. At that time when Nathanael came towards Jesus, Jesus proclaimed, here there is a person, he doesn't have any deceit in him. ഇങ്ങനെ വ്യക്തികളെ പോലും ദൂരമേ അവർ കാണുന്നതിന് മുമ്പ് കണ്ട് വിവേചിക്കാൻ കഴിവുള്ളവനായ കർത്താവ് ഈ കർത്താവിനെ ഈ അത്തി കളിപ്പിച്ചു കളഞ്ഞു. This God, this Lord Jesus, who can perceive or had good discernment about each and every person, still he was being tricked by this fig tree. എൻ്റെ ഭാവനയിൽ ഞാൻ പലപ്പോഴും ആ സമയത്ത് അത്തിയുടെ മനോഭാവം ചിന്തിക്കാറുണ്ട്. I usually think in my imagination about that fig tree. കർത്താവ് ഓടി വിശന്ന് ദാഹിച്ചടുത്ത് വന്നപ്പം ഒരു ഫലവും കാണാതിരുന്നപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു ആക്ഷേപിക്കപ്പെട്ടവനെ പോലെ നിൽക്കുന്നു എന്ന് ഇങ്ങനെ ചിന്തിക്കുക. I was thinking that Lord Jesus came as a hungry person in order to search for some fig. At that time he was just finding only leaves. അപ്പോൾ എൻ്റെ ഭാവനയിൽ അത്തി ചിരിച്ചു കാണും. In my imagination, I was thinking that maybe fig tree must have laughed at Jesus. പക്ഷെ ഒട്ടും താമസിച്ചില്ല. അത്തിയെ നോക്കി കർത്താവ് പറഞ്ഞു, മേലാൽ എനിക്ക് നീ തന്നില്ല, നിന്നിൽ നിന്നാരും ഇനി ഒരു ഫലവും തിന്നാതിരിക്കട്ടെന്ന് പറഞ്ഞു.
But actually, he went there and looked at the fig tree, and then he cursed that fig tree. And by saying this, may no one ever eat fruit from you again. ഇത്രയും ശക്തിയുള്ള ശാപം വേറെ ആരെങ്കിലും ഏറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. I'm not too sure whether this type of strong curse suffered by anyone else. പിറ്റേന്നാൾ കർത്താവ് ശിഷ്യന്മാരും അതിലെ വന്നപ്പോൾ ശിഷ്യന്മാർ ഒരുവൻ കർത്താവിനെ തോണ്ടി വിളിച്ചു ചോദിച്ചു, കർത്താവേ, ഇന്നലെ നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. As they were passing by in the morning, they saw the fig tree withered from the roots up, and the disciples asked him about it. കർത്താവരോട് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഇതുവരെ വിശ്വാസമായിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചോണ്ട് ഈ മലയോട് ചാടി കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. And Jesus answered, saying to them, have faith in God. Truly I say to you, whoever says to this mountain, be taken up and cast into the sea, and does not doubt in his heart, but believes that what he says is going to happen, it will be granted him. അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് ശിഷ്യന്മാരിൽ ഒരുവൻ പറയാൻ കാരണം അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങിയാലെന്നാ ആ ശിഷ്യൻ ചിന്തിച്ചത്. Peter was asking, this fig tree got withered. He was thinking that it was not going to happen that quick. ഇടിവെട്ടിയാൽ പോകാൻ ഒരു മരം ഉണങ്ങണമെങ്കിൽ ഒരാഴ്ച എടുക്കും. Even if there is a lightning happen to a tree, it will take at least a week to be completely withered. എന്നാൽ പിറ്റേ ദിവസം കരിഞ്ഞു നിൽക്കുന്നത്. But the next day, that tree got withered. അയ്യോ, ഞാനും നിങ്ങളും കരിയാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണേ. If we are not being burned up, we need to take care of something. ഫലമില്ലാതെ ഫലം ഉണ്ടെന്ന് പ്രകടിപ്പിക്കരുത്. Do not show off if you are not having true fruit in you. അയ്യോ, അവിടെ ഫലം കായ്ക്കാത്ത എത്രയോ മരം കാണും. There might be so many trees there without any fruits. ആ മരങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. All those trees were standing as is. ഈ അത്തിക്കാണ് ഈ ശാപം ഏൽക്കുവാൻ ഇടയായി തീർന്നത്. Only this fig tree got cursed. അയ്യോ, ഞാൻ പാടുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ, ഞാൻ തിരുവഴുത്ത് ധ്യാനിക്കുമ്പോൾ, ഞാൻ ഉപവസിക്കുമ്പോൾ, ഹല്ലേലൂയ, അവരാ തികഞ്ഞ ആത്മാർത്ഥതയിലും തികഞ്ഞ ദൈവസ്നേഹത്തിലും തികഞ്ഞ പ്രാഗൽഭ്യത്തിലുമായിരിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. I would like to remind you all, whenever you sing or clap your hands or hearing the word or meditating or praying, whatever you do, do it all sincerely and for the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. മറ്റൊരു കാര്യം, ഈ ഫലം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത, മൂന്നാമത് വിഷയം മത്തായി സുവിശേഷം 7:16. Another important aspect of why do we need to bear fruit, we can see Matthew chapter 7 verse 16. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? ഹല്ലേലൂയ. കർത്താവും അതുപോലെ തന്നെ നമ്മെ വീക്ഷിക്കുന്നവരും നിങ്ങൾക്കവരെ തിരിച്ചറിയാമല്ലോ. കർത്താവും മറ്റുള്ളവരും നമ്മെ തിരിച്ചറിയുന്നത് നമ്മിൽ ഉളവാകുന്ന ഫലങ്ങളാലാണ്. A tree and its fruit. Here Lord Jesus is mentioning that we can discern a tree whether that tree is good or bad by looking or collecting that good or bad fruit. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം നിങ്ങൾ പറിക്കാറുണ്ടോ? Do you? Grapes are not gathered from thorn bushes. ഞെരിഞ്ഞിലകളിൽ നിന്ന് അത്തിപ്പഴം പറിക്കാറുണ്ടോ? Nor figs from thistles. ഫലങ്ങളാൽ വൃക്ഷങ്ങളെ തിരിച്ചറിയും. Every good tree bears good fruit. A good tree cannot produce bad fruit. കർത്താവും നമ്മെ ശ്രദ്ധിക്കുന്നവരും നമ്മെ തിരിച്ചറിയുന്നത് എന്നിലും നിങ്ങളിലുമുള്ള ഉളവാകുന്ന ഫലങ്ങളാലാകുന്നു എന്നുള്ള കാര്യം മറക്കരുത്. Lord Jesus, as well as the co-workers or whoever stay with us, they all are recognizing us through the fruit of us. ഈ നല്ല ഫലം കായ്ക്കാതിരുന്നാലത്തെ അവസ്ഥ എന്താ? അത്തി കർത്താവിനെ ആശിപ്പിച്ചു, ഫലം ഉണ്ട് എന്ന് പ്രകടിപ്പിച്ചു. അതിൻ്റെ പരിണിത ഫലമായി ആ അത്തി ശാപമേറ്റതായി നമ്മൾ ചിന്തിച്ചല്ലോ. We just meditated that fig tree actually showed off that they had some fruit, but it didn't bear any fruit, and Lord Jesus cursed that fig tree. ഇനി നല്ല ഫലം കായ്ക്കാതിരുന്നാലത്തെ അവസ്ഥ എന്താണ്? If we do not bear good fruit, what is the net consequence? ഈ യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക സംഭവം യഹോവയായ ദൈവത്താൽ പ്രവാചകനായ യെശയ്യാവ് ഇസ്രായേലിനോട് പറയുന്ന ഭാഗമുണ്ട്. We can see in the book of Isaiah chapter 5 there is an example. അവിടെ തുടങ്ങുന്ന ഇങ്ങനെയാ,
ഞാൻ എൻ്റെ പ്രിയതമന് മനോഹരമായ ഒരു പാട്ട് പാടും. Let me sing now for my well-beloved, a song of my beloved. വായിച്ചേ. Sorry. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. ഞാൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് ഞാൻ പാടും. പാടാതിരിക്കുകയല്ല, ഞാൻ പാടും. I'm going to sing a song of my beloved concerning his vineyard. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണെന്നറിയാവോ പാട്ട് പാടാൻ കാരണം? Do you know what is the reason to sing a song? എൻ്റെ പ്രിയതമന് ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. My well-beloved had a vineyard on a fertile hill. എൻ്റെ പ്രിയതമൻ അതിലെ കല്ലുകളെല്ലാം പെറുക്കി മാറ്റി. He removed all the stones. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. He actually planted a well vine. അതിന് ചുറ്റും വേലി കെട്ടി. He actually put a dug wall around. അതിന് വെള്ളമൊഴിക്കുകയും വളമിടുകയും ചെയ്തു. He watered and gave some manure. എല്ലാ ദിവസവും എൻ്റെ പ്രിയൻ ആ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് മുന്തിരി വളർന്നോ എന്ന് പരിശോധിക്കും. മുന്തിരിയിൽ ഫലം കായ്ച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. Every day the Lord of that vineyard came and to see whether they have any good fruits produced. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ തോട്ടം പരിശോധിക്കുന്നു. ഒരു ദിവസം ഈ മുന്തിരിത്തോട്ടത്തിൽ ചെന്നപ്പോൾ മുന്തിരിയെല്ലാം കായ്ച്ചിരിക്കുന്നത് കാണുവാനിടയായി. But one day, when this owner of this vineyard went to the vineyard and saw a group of fruits. എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് കായ്ച്ചിരിക്കുന്നതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. This person expected that vine to produce good grapes, but it produced only worthless ones. എന്നിട്ട് പറയാ, എന്നെ കേൾക്കുന്നവരെ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. And then he is saying, what more was there to do for my vineyard that I have not done it? ഞാൻ അതിന്റെ വേര് പൊളിച്ചു കളയാൻ പോവുകയാണ്. I am going to take away the hedge of protection. അതിലേക്ക് കാട്ടുപന്നികൾ കയറി അത് നശിപ്പിച്ചോട്ടെ. I will break down its wall and it will become trampled ground. മറ്റു മൃഗങ്ങൾ കയറി അത് ചവിട്ടിക്കളയട്ടെ. Let animals come and destroy that vineyard. എന്റെ കയ്യിൽ നിന്നുള്ള സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. I am no longer going to protect with the hedge of protection. ഞാൻ ആ മുന്തിരിത്തോട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. Because I have done whatever I can do to protect that vine. എന്നാൽ ആഗ്രഹിക്കത്തക്ക നിലയിൽ നല്ല ഫലം കായ്ക്കുവാൻ ആ മുന്തിരിച്ചെടിക്ക് കഴിഞ്ഞില്ല. But that vine didn't produce good fruits but worthless ones only. ഞാനാകട്ടെ നല്ല വക മുന്തിരിവള്ളിയാണ് അവിടെ നട്ടതെന്ന് പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട്. We can see here very clearly, here it is written that they actually, that vineyard master planted a really good vine there. ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് എഴുതി. He was explaining whatever I can do to make it fertile, he did everything accordingly. എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. But it produced only worthless ones. എന്നിട്ട് കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. എന്നിട്ട് അടുത്തത് വായിക്കാവോ? ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നു പോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതേ എന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മതി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശാപമേറിയ ഒരു അനുഭവം ആ ഫലപ്രദമായ മുന്തിരിത്തോട്ടത്തിൽ നടക്കുകയാണ്. We can see a very pathetic situation, or he is cursing a vineyard. വേലയും മതിലും ഇടിയും. And hedge of protection and the walls around us are going to be destroyed. ക്ഷുദ്രജീവികളും കാട്ടുമൃഗങ്ങളും കയറി നശിപ്പിക്കും. All the things which are going to come and attack this vineyard. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു, ആരോഗ്യത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും ഇരിക്കുന്നു. എല്ലാ ദിവസവും സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു, സന്തോഷത്തോടെ ഉണരുന്നു. എന്താ കാരണമെന്നറിയാമോ? ഹല്ലേലൂയ. ശത്രു നമ്മെ തൊടാതിരിക്കേണ്ടതിന് എനിക്കും കുടുംബത്തിനും സമാന്തരീക്ഷത്തിനും ചുറ്റും എൻ്റെ ദൈവം വേല കെട്ടി സൂക്ഷിച്ചിരിക്കുക.
Do you know why we are living here safely and we are safe and sound and living peacefully, going to bed and getting up in a peaceful way? Because there is a hedge of protection which was given by our Lord Almighty. നാം ഒരു സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ തലമുറ സുരക്ഷിതമായിരിക്കാൻ കാരണം യഹോവയായ ദൈവം ഹല്ലേലൂയ സ്തോത്രം തൻ്റെ നിന്റെ ഭവനത്തിൻ്റെ ഓടാമ്പലിനെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. In one of the Psalms we are reading that he is actually keeping our gates and walls protected and safe. That's the reason you are being blessed. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം എന്താണെന്ന് നീ മനസ്സിലാക്കണം. യഹോവയായ ദൈവം നിന്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. You always need to think that why your children or generation are being blessed, because only because of the abundant protection and provision from above. ചുറ്റുമുള്ള വേലയും മതിലും ഓടാമ്പലും ഉറച്ചിരിക്കണമെങ്കിൽ എൻ്റെ യജമാനനെ പ്രസാദിപ്പിക്കത്തക്ക നിലയിൽ ദൈവത്തിന് മഹത്വവും പുകഴ്ചയുമായ നീതിഫലം നമ്മൾ നിന്ന് പുറപ്പെടണം. If we want to live peacefully and also want to be blessed, we want to live and produce the fruit of righteousness to give the glory and praise to God. സങ്കീർത്തനത്തിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചുമിരിക്കും. In Psalms there is a verse that they will still yield fruit in their old age and they shall be full of sap and very green. വാർദ്ധക്യവും ബലക്ഷയമുള്ള കാലത്തും ഫലം കായ്ച്ചുകൊണ്ടും പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കാൻ കാരണം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. Though they are in their old age, there is a reason why they are healthy and why they are bearing fruit still in their old age. 92 സങ്കീർത്തനം 13 വാക്യം. Psalm chapter 92 verse 13. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ, അയ്യോ, അവർ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവന്നു. Planted in the house of the Lord, they will flourish in the courts of our God. They will still yield fruit in old age. They shall be full of sap and very green. പ്രാകാരത്തിൽ തടച്ചിരിക്കുന്ന ഒരു കൂട്ടരെ കണ്ടിട്ട് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. Those who are getting flourished or living in a fruitful way, nobody should be envious about them. അവരാകട്ടെ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരോ മാതാക്കളോ ആകട്ടെ, അവർ ആലയത്തിലെ നടുതലകളായിരുന്നു. Not only they or their forefathers, they were planted in the house of the Lord. നടുതല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏറ്റവും കേടില്ലാത്ത ഫലങ്ങൾ ശേഖരിച്ച് വിത്തായിട്ട് അടുത്ത വർഷം അല്ലെങ്കിൽ മഴ പെയ്ത് കുതിർന്നു കഴിയുമ്പോൾ നടേണ്ടതിന് വേണ്ടി ഭദ്രതയോടെ എവിടെയെങ്കിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിത്തുകൾ. There are certain seeds which will be kept for next year plantation. That fruit or that seed will be very fertile. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ ഭദ്രതയിൽ ഞാനും നിങ്ങളും കഴിയണം. We all need to be preserved under God's protection so that we will be used mightily in the hand of God. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും യജമാനന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നാം ഇവിടെ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ദൈവത്തിന് മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നീതിഫലം നിറയുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകുവാനിടയാകും. If we are remaining and if we are bearing such type of fruitful seed, then we will be always living for the glory and praise of our God. ഹല്ലേലൂയ. മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, തുടർമാനമായി പുതിയ ഫലങ്ങൾ കായ്ക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. We all need to bear fruit continually. യെഹെസ്കേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, 47 അധ്യായം 12 വാക്യമാണ്. The book of Ezekiel chapter 47 verse 12. വായിച്ചു. നദീതീരത്ത് നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. എത്ര അനുഗ്രഹീതമായ ഒരു കോണ്ടസ്റ്റ് ആണത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. We can see here a beautiful and a fruitful tree.
നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. By the river on its bank, on one side and on the other, will grow all kinds of trees for food. ഹല്ലേലൂയ. ആ നദിയുടെ ഇക്കരയും അക്കരയും, പ്രൈസ് ദി ലോർഡ്, ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല. Their leaves will not wither, ഫലമില്ലാതെ പോവുകയും. and their fruit will not fail. അതിനൊരു മറ്റൊരു പ്രത്യേകത, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കും. Since these trees are on the river bank, they always bear every month their good fruit. മറ്റൊരു വിശേഷത, അവയുടെ ഫലം തിന്മാൻ നല്ലതാണ്. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് ഉതകും. Another importance of these leaves of the trees, these are, and the fruit of the tree is well for food, and their leaves are good for healing. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒഴുക്ക് ഞാനും നിങ്ങളും അനുഭവിച്ചറിഞ്ഞേ മതിയാവും. We need to experience the power or the indwelling of the Holy Spirit. ദൈവാത്മാവാണ് എന്നെയും നിങ്ങളെയും നനയ്ക്കുന്നതും ശക്തീകരിക്കുന്നതും വളർത്തുന്നതും. Amen. The Holy Spirit or the Lord God is enabling us to stand or to sit on our daily life. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഫലം പുറപ്പെടുക തന്നെ ചെയ്യും. If we are living and also walking with the Holy Spirit, then surely we will bear some fruit. ഈ ഫലത്തിൻ്റെയും ഈ മരത്തിൻ്റെ ഇലയുടെയും എല്ലാം നന്മയുടെ കാരണം ഒഴുകി വരുന്ന വെള്ളമാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. We can see here there are fruit from the leaves as well as from the fruit. There are benefits because these trees are on the river bank. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട്, Since the water is coming from the holy temple ground, അതുകൊണ്ട് മാസം തോറും പുതിയ ഫലം പുതിയ ഫലം പുതിയ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. they will bear every month a new fruit, a new fruit. ഹല്ലേലൂയ. Hallelujah. ദൈവാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഞാനും നമ്മുടെ കുടുംബാന്തരീക്ഷവും സഭാന്തരീക്ഷവും ഹല്ലേലൂയ തലമുറയും ആയിരിക്കട്ടെ. അതാണ് ഫലം കായ്ക്കുവാൻ തക്കാണ് ഉതകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. We all need to be, as a family, need to be having an indwelling of the Holy Spirit. That is the only thing by which we can bear fruit. അപ്പൊ നല്ല ഫലവും കായ്ക്കണമെങ്കിൽ ഈ വെള്ളം ഈ തോട്ടത്തിലേക്ക് ഒഴുകി വരണം. If we want to bear good fruit, the water should flow from the sanctuary. ഇനി നല്ല ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഉതകുന്ന മറ്റൊരു കാര്യം തിരുവെഴുത്തിൽ കർത്താവ് പറയുന്നുണ്ട്. Another reason why a tree or how a tree can bear good fruit. മത്തായി സുവിശേഷം 13:8 കർത്താവ് എന്താ പറയുന്നത്? നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. Matthew chapter 13, there is a parable. We can see what Lord Jesus is talking about another tree. വിതയ്ക്കുന്നവന്റെ ഉപമ കർത്താവ് പറയുന്നു. The parable of the sower. ഒരു കൂട്ടം വിത്തുകൾ വേരില്ലാതെ അത് പാറയിലായതുകൊണ്ട് അത് ഉണങ്ങിപ്പോകുവാനിടയാകുന്നു. A group of seed which fell in the sea on the rock side. മറ്റേത് വഴിയരികെ വീണതുകൊണ്ട് പക്ഷികൾ കൊത്തിപ്പെറുക്കി പോയി. And another group of seeds were fallen on the way. That's why they were caught up by birds, flying birds. മറ്റേത് മുള്ളിനിടയിൽ വീണു മുള്ളവരെ ഞെരുക്കി കളഞ്ഞു. Since another group of seeds fell into the thorns or bushes there, the thorns actually crushed their fruit. എന്നാൽ മറ്റു ചിലതോ 30, 60, 100, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ 100, 60, 30 മേനി വിളവ് ശേഖരിക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച കാണുവാൻ കഴിയും. But another group of seed, they fell into a good ground. They produced fruit 100-fold, 60-fold and 30-fold. ഈ നല്ല ഫലവും ഏറെ ഫലവും കായ്ക്കുവാൻ ഉതകിയത് കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. The good fruit and also the abundance of fruit. The reason also written very clearly there. അത് നല്ല നിലത്ത് വീണു. The seed was sown on a good soil. നമ്മുടെ കൂട്ടായ്മകളിലും കൂടിവരകളിലും പ്രാർത്ഥനയും ഉപവാസവും വചനധ്യാനവും ആരാധനയും അതെല്ലാം എന്തിനാണെന്നറിയാവോ? എൻ്റെയും നിങ്ങളിലും എന്നിലും നിങ്ങളിലും നല്ല ഫലം കായ്ക്കേണ്ടതിന് സ്തോത്രം നമ്മുടെ ഹൃദയമാകുന്ന നിലം ഒരുക്കിയെടുക്കേണ്ടതിന് വേണ്ടിയാണ്. Do you know why we gather together in different days to pray or praise and worship and also listening the word of God? In order to prepare our heart as a good field to sow.
നമ്മൾ സഭായോഗത്തിന് വന്നു, പാട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, സങ്കീർത്തനം വായന, ധ്യാനം ഉണ്ടായിരുന്നു, വചന ധ്യാനം ഉണ്ടായിരുന്നു, കർത്താവിന് മേശ ഉണ്ടായിരുന്നു. ഇതെല്ലാം അനുഭവിച്ചിട്ടും ഈ ഹൃദയമാകുന്ന ഈ നിലത്തിലെ കളയും പെറുക്കിയില്ല, കല്ലും പെറുക്കിയില്ല, മുള്ളും പറക്കാരെയും കളഞ്ഞില്ല. ഹല്ലേലൂയ. വന്നതുപോലെ തിരിച്ചു പോകുന്നുവെങ്കിൽ കഷ്ടം തന്നെ, അത് കഷ്ടം തന്നെ. I am just sympathizing with those, even though they come regularly, attend all worship services, still there is no change. We are not ready to change. Then their situation is really pathetic. ദിനേന ശോധന കഴിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുവാനും ഞാനും നിങ്ങളും പ്രാപ്തരാകണം. Each and every situations and also each prayer meetings or the fellowship or the gatherings should enable us to clean and also getting closer to him more and more. ഇനി 2 മിനിറ്റ് കൂടി വചന ശുശ്രൂഷ ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് ഈ ഞാനിപ്പോൾ തൽക്കാലം വചനത്തിൽ നിന്ന് വിരമിക്കാം. ദൈവത്തിന് സ്തോത്രം. പല വിധത്തിലുള്ള ഫലങ്ങളല്ല, ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യർ 5:22-23 വാക്യങ്ങളിലൂടെ വായിച്ചെങ്കിൽ ഇതിന് പൂർത്തീകരണം വരുള്ളൂ. We can see different types of fruit and we can see that in Galatians chapter 5. Chapter 22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഫലം എന്ന് പറഞ്ഞു, നീതിഫലം എന്ന് പറഞ്ഞു. എന്താ ഈ ഫലം എന്ന് ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഗലേഷ്യൻസിന് ലേഖനം എഴുതുമ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. Here we can see the Paul actually when he wrote the epistle to Galatians, he was saying what is the fruit of the spirit. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. And we can see here fruit of the spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. ഇതെല്ലാം ഒരു വ്യക്തിയിൽ നിന്നുള്ളതാകുന്ന സ്തോത്രം ഒരു ഫലത്തിന് സമാനമായിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുക. We can see these are all one and only the same 9 different types. ഈ 9 കൂട്ടം കാര്യം മാത്രമല്ല ഫലം, വേറെ പലയിടത്തും പല ഫലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേക എടുത്തു പറഞ്ഞിരിക്കുന്ന ഈ 9 കൂട്ടം കാര്യങ്ങൾ, and 9 things which we can see as the fruit of the spirit. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും, ഇതെല്ലാം നമ്മളിൽ ഉണ്ടായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടുന്ന് നോക്കുമ്പോൾ ഈ ഫലങ്ങളൊക്കെയും എന്നിൽ കാണുവാൻ തക്കവണ്ണം ഇവിടെയാകണമേ എന്നുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. We all need to pray to have his grace abundant on us so that we can produce the fruit of the spirit. ഇങ്ങനെയുള്ള ഫലം ഉണ്ടാകണമെങ്കിൽ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചേ മതിയാവൂ. If we need to produce the fruit of the spirit, then we need to crucify all the flesh and its passions and desires. ജഡത്തെ ക്രൂശിച്ചില്ലെങ്കിൽ ഫലം ഉണ്ടാകുകയെന്ന് മാത്രമല്ല, ജഡത്തെ ക്രൂശിച്ചില്ലേ ചില ഫലങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാകും. If we didn't crucify our flesh, then not only we will be able to produce good fruit, but there is a fruit will be produced or an action will be produced. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ഫലം ഉണ്ടായില്ലേലും തിരക്കേടില്ല. ചില കാട്ടുഫലങ്ങൾ ഉണ്ടായാൽ ശാപമേക്കാൻ വേറെ മാർഗമൊന്നും വേണം. Even if you are unable to bear good fruit, please be aware, do not bear bad fruits. ഈ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഈ കാട്ടുഫലം എന്തെല്ലാമാണെന്ന് കാണുന്നുണ്ട്. We can see the wild fruit or the bad fruit. We can see chapter 5 verse 19 onwards. വായിക്കാവോ? ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. കേട്ടോ? സ്തോത്രം. Hallelujah. ജഡത്തിന്റെ ഫലങ്ങൾ അഥവാ ജഡത്തിന്റെ പ്രവൃത്തികൾ, the deeds of the flesh,
ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, immorality, impurity, sensuality, വിഗ്രഹാരാധന, ആഭിചാരം, പക, idolatry, sorcery, enmities, പിണക്കം, ജാരസംഘ, ക്രോധം, strife, jealousy, outburst of anger, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, disputes, dissensions, factions, envying, മദ്യപാനം, വെറുക്കൂത്ത്. drunkenness and carousing. ഹല്ലേലൂയ. ഇത് ഞങ്ങളൊക്കെ മദ്യപാനമോ ആഭിചാരമോ ജാരസംഖ്യയോ ദുർനടപ്പോ ദുഷ്കാമോ ഇതൊന്നും ഞങ്ങളിലില്ല. If we may tend to say that I do not drink or I do not have any carousing or immorality among me, എന്നാൽ പിണക്കവും ശാഠ്യവും but I have disputes or outbursts of anger, dissensions, അസൂയയും, envy. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം തുല്യ തൂക്കമുള്ളതാണ്. These are all equally weighted. ഇതെല്ലാം തുല്യ പാപങ്ങളാണെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. Spirit of the Lord is reminding us these are sins. ഹല്ലേലൂയ. Hallelujah. എഫേസ്യർ 5:10 സകല സൽഗുണവും സത്യവും നീതിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. Ephesians chapter 5 verse 10 we can see the righteousness, and 5:10 we can see സകല സൽഗുണവും സത്യവും നീതിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. the fruit of light is truth and righteousness. കൊലോസ്യലേഖനത്തിൽ പറയുന്നു, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. In the book of Colossians we are seeing that good deeds we need to grow in his knowledge. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് കേൾപ്പിക്കാം. കേൾക്കപ്പെട്ട വചനപ്രകാരം ദൈവത്തിന്റെ മഹത്വത്തിനായി സ്തോത്രം. അതെ, ദൈവത്തിന്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നാം ഓരോരുത്തരും നീതിഫലം നിറഞ്ഞവരായിരിക്കണം. By hearing the word of God, let us all urge, or let us all try to bear the fruit of righteousness, so that our God the Father will get all the glory and praise from now and forevermore. നമ്മിലുള്ള ഫലം കണ്ട് നമ്മുടെ യജമാനനായ ദൈവം തമ്പുരാൻ സന്തോഷിക്കുകയും കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് പുകഴ്ചയ്ക്കുന്നത് കാരണമായി തീരട്ടെ. By seeing the fruit from each one of us, may the God be happy and let us give all the glory and praise to him. നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.